KMML പിൻവാതിൽ നിയമനം നടത്തിയെന്നാരോപിച്ച് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ KMML ഉപരോധിച്ചു. CITU, UTUCB, STU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. 20 വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെയും KMMLലെ യൂണിയനുകളുമായി ചർച്ച ചെയ്യാതെയുമാണ് കമ്പനി പുതിയ നിയമനം നടത്തിയത്. ഇതിനെതിരെ വിവിധ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തി. പുതിയതായി നിയമനം ലഭിച്ച 32 പേർ രാവിലെ ജോലിക്ക് പ്രവേശിക്കാൻ എത്തിയപ്പോൾ ഉപരോധ സമരക്കാർ അവരെ തടഞ്ഞു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയുണ്ടായി. പോലീസ് എത്തി നിയന്ത്രിച്ചെങ്കിലും ഇരു ചേരികളിലായി തൊഴിലാളികൾ സംഘടിക്കുകയായിരുന്നു. അർഹതപ്പെട്ട തൊഴിലാളികളെ പുറത്തു നിർത്തിയിട്ട് INTUC നേതൃത്വം നൽകുന്ന സൊസൈറ്റിയിലെ ലാപ്പ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് മാത്രമാണ് പുതിയ നിയമനം നൽകിയതെന്ന് സമരക്കാർ പറയുന്നു. ലാപ്പ തൊഴിലാളികളെ എടുക്കുന്നതിന് ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയനും എതിരല്ല, വിശേഷിച്ച് CITU തീർത്തും എതിരല്ല. എന്നാൽ അവരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെ വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവരിൽക്കാലം എക്സ്പീരിയൻസ് കൂടുതലുള്ള ഈ കരാർ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ തൊഴിലാളികളെയും യൂണിയനെ ബന്ധിച്ച് CITUവിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിരവധി വർഷം കൊണ്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ 168 പേരെ പെർമനൻ്റായിട്ടും അതിന് തുല്യമായി ഒഴിവരുന്ന വേക്കൻറ്റിലേക്ക് കാഷ്വൽ തൊഴിലാളികളായിട്ടും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലിസ്റ്റിൻ്റെ അവസാന നിമിഷം ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ കോടതിയിൽ പോയി അത് സ്റ്റേ മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കാതെ പോയത്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇവിടെ പ്ലാന്റ് ഓട്ടിച്ചുകൊണ്ട് പോകാനൊക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സമരം ഉച്ചയോടെ അവസാനിച്ചു. പുതിയതായി നിയമനം ലഭിച്ചവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.